അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ. കുറച്ച് ചേരുവകൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇതാണ്. ഇതൊന്ന് കഴുകി എടുക്കാൻ പോവാം കേട്ടോ. നമ്മളൊരു ബക്കറ്റിലേക്ക് വെള്ളം വെച്ചിട്ടാണ് കഴുകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇറച്ചിയൊക്കെ കഴുകിയ വെള്ളം നമ്മൾ വേസ്റ്റിലേക്ക് ഇടണമെന്നില്ല. അപ്പോൾ നമ്മുടെ ചെടിയുടെ ചോട്ടിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പച്ചമുളക്, കരിവേപ്പില ഒക്കെ നന്നായിട്ട് തിളച്ച് വരും കേട്ടോ. അതുകൊണ്ട് ഞാൻ വെള്ളമൊന്നും ഒഴിവാക്കുന്നില്ല. ബക്കറ്റിലേക്ക് വെച്ചിട്ടാണ് കഴുകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ചിക്കനൊക്കെ കഴുകിയിട്ടുണ്ട് കേട്ടോ. നന്നായി കഴുകിയിട്ടുണ്ട്. നമ്മൾ ആ വെള്ളമൊക്കെ ചിക്കനൊക്കെ തോനെ വെള്ളത്തിൽ കഴുകിയിട്ടുണ്ട്. ആ വെള്ളം നമ്മൾ പറഞ്ഞ മാതിരി തന്നെ ചെടികൾക്കൊക്കെ ഒഴിച്ച് കൊടുക്കട്ടെ. നന്നായിട്ട് ചെടികളൊക്കെ വളരും. അപ്പോൾ അതാ വെള്ളം നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ നമ്മളൊരു കുക്കർ അടുപ്പത്തേക്ക് വെച്ചിരിക്കുന്നത്. നമുക്ക് അതിൽ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിലേക്ക് 2 മണി ഉലുവ ഇട്ടിക്കുന്നത്. ഇനി അതൊന്ന് നമ്മളൊന്ന് മെൽറ്റ് ആവട്ടെ. പിന്നെ നമ്മൾ അതിലേക്ക് ഇടാൻ പോകുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതാണ്. അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി നമ്മൾ അതിലേക്ക് ഇടാൻ പോകുന്നത് വലിയുള്ളിയാണ്. അധികം ചേരുവകളൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കറി വെക്കാൻ പോവാണ്. ഇനി നമുക്ക് ഈ വലിയുള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയിലിട്ടിട്ട് ഇനി നമ്മൾ കഴുകി വെച്ച ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉള്ളി വാട്ടുന്നതിലേക്ക് സ്വല്പം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പൊടികളൊക്കെ ചേർത്ത് നമ്മൾ ചിക്കൻ നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്ത് വെക്കുകയാണ് എല്ലാം കൂടെ ഒന്ന്. അപ്പോൾ നമ്മുടെ വിസിലൊക്കെ പോയിട്ടുണ്ട്. നമുക്കിത് ചിക്കൻ ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 അല്ലി കരിവേപ്പിലയും കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടാൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി. ഈസി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു. അരി വഴന്നു വരുന്നു. നമ്മുടെ ഉള്ളിയൊക്കെ ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തക്കാളി മുറിച്ചിടാണ്. ഒരു മീഡിയം സൈസ് 2 തക്കാളിയാണ് നമ്മൾ മുറിച്ചിടുന്നത്. അതുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം ഉള്ളിയിലിട്ടിട്ട്. തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ചിക്കൻ കുഴച്ച് വെച്ച ചിക്കൻ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം അധികം ഒന്നും ആവശ്യമില്ല. കുക്കറിലായി വേവിക്കുന്നതിനെ കൊണ്ട് നമ്മൾ ഇറച്ചി കുഴച്ച് വെച്ച ആ ഒരു പാത്രം ഒന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ ഇനി നമ്മളിത് അടച്ച് വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അത് നമ്മളിത് അടച്ച് വയ്ക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതൊരു 2-3 വിസിൽ വന്നാൽ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടോ. നമ്മൾ വിസിൽ വരുന്നവരെ കാത്തു നോക്കാം.